അല്പസമയത്തെ ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം 1 മുതലുള്ള വാക്യങ്ങൾ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ബട്ട് 8-ാം വാക്യം ദയവായിട്ടൊന്ന് വായിക്കുമല്ലോ. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 17 വേഴ്സ് 8. Amen. Somebody also read that in English. Amen. The topic here is miracle happens during the night times. നിങ്ങൾക്കറിയാം, ഞാൻ അല്പമായിട്ട് പച്ചക്കറികളും കൃഷികളും ഒക്കെ ചെയ്യുന്ന ആളാണ്. എനിക്കൊരു ഗാർഡൻ ഉണ്ട്. എൻ്റെ ബാക്ക് യാർഡിൽ മിക്കവാറും എല്ലാ വെജിറ്റബിൾസും ഞാൻ വളർത്താറുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പ് സീഡ്സ് മുളപ്പിച്ചെടുക്കുവാനായിട്ട് ഞാനതെല്ലാം നാപ്കിനകത്ത് പൊതിഞ്ഞ് സാധാരണ ചെയ്യുന്നത് പോലെയൊക്കെ പാക്ക് ചെയ്തെല്ലാം വെച്ചു. കൗണ്ടർ ടോപ്പിലാണ് വെച്ചത്. ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മാറ്റവുമില്ല. കൊച്ചുമോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഡാഡി ഇങ്ങനെ മുളപ്പിച്ച് കണ്ടിട്ടുണ്ട്. അത് മുളപ്പിക്കുമ്പം അത് ഇരുട്ടത്താണ് വെക്കുന്നത്, പൊതിഞ്ഞ് ഇരുട്ടത്താണ് വയ്ക്കുന്നത്. ഇരുട്ടത്താണ് സാധാരണ ഈ സീഡുകൾ മുളയ്ക്കുന്നത്. ഞാനത് ചെയ്തു. ക്യാബിനറ്റിൻ്റെ അടിയിൽ മറച്ച് വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതെല്ലാം പൊട്ടി മുളയ്ക്കാനായിട്ട് തുടങ്ങി. ആത്മീയ ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ക്രിസ്ത്യ ജീവിതത്തിലും അതുപോലെയാണ്. ചില പുതിയ മുളകൾ മുളയ്ക്കുന്നത് നമ്മുടെ ഇരുട്ടിലൂടെ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ അനുഭവത്തിലൂടെ, വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ചില പുതിയ മുളകൾ ജീവിതത്തിൽ ഉടലെടുക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഇരുളടഞ്ഞ വേളകളിലാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഏരിയകളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത്, ചില സ്വഭാവ രൂപീകരണങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ പ്രതികൂലത്തിലും പ്രതിസന്ധിയിലുമാണ്. ചില പുതിയ റൂട്ടുകൾ വരുന്നത്, ചില പുതിയ മുളകൾ പൊട്ടി വരുന്നത്, ചില പുതിയ തളിർപ്പുകൾ ഉണ്ടാകുന്നത് എല്ലാം അനുകൂലമായിരിക്കുമ്പോഴല്ല, ജീവിതത്തിൻ്റെ വേദന നിറഞ്ഞ അനുഭവങ്ങളിലാണ്. ദിസ് മോർണിംഗ് യു മേ ബി ഗോയിങ് ത്രൂ some of the darker moments in your life this morning, and you may not be able to see what is ahead of you. Let me tell you, God is preparing something new for you. Some new blossoms are coming in your life. And God is preparing you to produce some new fruit of the Spirit, which is mentioned in Galatians chapter 5 verse 22 onwards. ചില ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, those are the 9 qualities or virtues that are produced in a believer's life. 9 ശ്രേഷ്ഠമായ സ്വഭാവ ഗുണങ്ങൾ അടങ്ങിയ ആത്മാവിൻ്റെ ഫലം ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ മേഖലകളിലാണ് ഉടലെടുക്കുന്നത്. ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത്ഫുൾനെസ്, ജെന്റിൽനെസ് ആൻഡ് സെൽഫ് കൺട്രോൾ. ജീവിതത്തിൽ ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഭയപ്പെടുവാനായിട്ടല്ല, അതിനെ പഴിക്കുവാൻ വേണ്ടിയല്ല, ദൈവം തരുന്ന നന്മകൾ ഓർത്ത്, ദൈവം കടത്തിവിടുന്ന എല്ലാ അനുഭവങ്ങളും ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുവാൻ ഒരു ദൈവ പൈതലിന് കഴിയണം. എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ, ഒരുപക്ഷെ നാം ആ മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ, ഫ്ലറിഷായി പോകുമ്പോൾ, നാം അറിയാതെ
നമ്മുടെ ജീവിതത്തിൽ മുളയ്ക്കുന്നത് പലപ്പോഴും ജഡത്തിൻ്റെ ഫലമായിരിക്കും. ഗലാത്യ ലേഖനം 5:19 മുതൽ നമ്മൾ വായിക്കുന്നത് പോലെ ജഡത്തിൻ്റെ പ്രവർത്തികൾ ആയിരിക്കാം നാം അറിയാതെ ജീവിതത്തിൽ മുളച്ചു വരുന്നത്. എന്നാൽ ചില കഷ്ടതയുടെ വേളകളിൽ ദൈവം അനുവദിക്കുന്ന ചില പ്രതിസന്ധികൾ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസ്ഥലിൽ താഴുവാൻ, സമർപ്പിക്കുവാൻ, അതിലൂടെ ചില സ്വഭാവ രൂപീകരണങ്ങൾ, ചില സ്നേഹത്തിൻ്റെ മുളകൾ ജീവിതത്തിൽ മുളച്ചു വരുവാൻ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ചില പുതിയ മുളകൾ ജീവിതത്തിൽ പൊട്ടിമുളയ്ക്കുവാനായിട്ട് ഇടയാകുന്ന നിമിഷങ്ങളായിരിക്കുമെന്ന് ഓർത്ത് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ കഷ്ടതയിലായത് ഗുണമായി എന്ന് പൗലോസ് ശ്ലീഹ പറയുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് രാവിലെ ഏതെങ്കിലും വിഷയത്തിൽ ഇരുളടഞ്ഞ വേളയിലൂടെ, ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ, ഏതെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ദൈവം ചില പുതിയ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ തരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മെ ഒരുക്കുന്ന ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. യാക്കോബ് അപ്പോസ്തലൻ അർപ്പിച്ചൊരു ഭാഗമുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്, കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സന്തോഷമുള്ളവർ പാട്ടുപാടട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ ഇത് രണ്ടുമുണ്ട്. കഷ്ടവുമുണ്ട്, സന്തോഷവുമുണ്ട്. കഷ്ടനഷ്ട സമ്പൂർണമായ, സമ്മിശ്രമായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ പാട്ടും പ്രാർത്ഥനയും ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സന്തോഷം അനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ, സ്തോത്രം ചെയ്യട്ടെ, നന്ദി പറയട്ടെ. അതാണ് നമ്മുടെ ജീവിതത്തിൽ യാക്കോബ് അപ്പോസ്തലൻ അർപ്പിച്ചതായ ഭാഗം. Fruit of the Spirit is often contrasted with the work of the flesh. Children of God, when everything is flourishing in our lives, when we are in the mountain of experiences, oftentimes knowingly or unknowingly, the deeds of the flesh takes roots in our lives. And let's unroot some of those fleshly deeds and desires and make room to sprout some of the Spirit, the fruit of the spirits in our lives. നമുക്കറിയാം, കഴിഞ്ഞ മാസമായിരുന്നു ഗുഡ് ഫ്രൈഡേയും ഈസ്റ്ററുമൊക്കെ. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവ ദിവസങ്ങൾ കഴിഞ്ഞ മാസം നാം ഓർത്തു, ലോകം കൊണ്ടാടിയത്. അഥവാ ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അതിനെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് മുന്നമേ യേശു കർത്താവ് പറയുമ്പോൾ സംഭവിക്കുവാൻ പോകുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ, ഇരുട്ടിൻ്റെ പ്രവർത്തികൾ, ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, തനിക്ക് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ മുന്നറിയിപ്പായിട്ട് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി പത്രോസിൻ്റെ പ്രതികരണം എന്താണെന്നറിയാമോ? യജമാനേ, യേശു അങ്ങക്ക് അത് സംഭവിക്കരുത്, അത് സംഭവിക്കരുത്. എന്നാൽ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അതിനെക്കുറിച്ച് ശിഷ്യന്മാരോട് മുന്നമേ പറഞ്ഞപ്പോൾ പത്രോസ്, നിനക്കത് ഭവിക്കരുത്. എന്തായിരുന്നു യേശുവിൻ്റെ മറുപടി? യേശു ഇമ്മീഡിയറ്റ്ലി പത്രോസിനെ ശാസിക്കുക ചെയ്തത്. എന്താ അതിൻ്റെ കാരണം? യേശുവിന് ഒരു കാര്യം അറിയാം, ഇതിലൂടെ ചില പുതിയ മുളകൾ പൊട്ടിമുളയ്ക്കാൻ പോകുകയാണ്. ഈ കഷ്ടതയിലൂടെ, ഞാൻ സഹിക്കാൻ പോകുന്നതായ ഈ കഷ്ടതയിലൂടെ, ഇരുട്ടിൻ്റെ വേദനയിലൂടെ, ആ ഒരു അൺസർട്ടനിറ്റിയിലൂടെ, പകൽ അനുഭവിക്കുവാൻ പോകുന്ന, ഫ്രൈഡേയിൽ അനുഭവിക്കുവാൻ പോകുന്ന വേദന, സാറ്റർഡേയിലെ ആ ഒരു അൺസർട്ടനിറ്റി, അതിലൂടെയൊക്കെ സംഭവിക്കുവാൻ പോകുന്നത് ചില പുതിയ രക്ഷയുടെ, ഒരു സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ഒരു വലിയ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി ചില രക്ഷയുടെ ചില പുതിയ മുളകൾ അതിലൂടെ പൊട്ടിമുളയ്ക്കുമെന്ന് യേശു കർത്താവിന് അറിയാവുന്നത് കൊണ്ട് യേശു കർത്താവ് പത്രോസിനെ ശാസിക്കുക. നീ പിശാചേ എന്നാണ് പത്രോസിനെ ആ സമയത്ത് യേശു കർത്താവ് വിളിച്ചത്.
നമുക്കറിയാം അതിലൂടെയാണ് ദൈവസഭ രൂപപ്പെട്ടത്. അതിലൂടെയാണ് ലോകത്തിന് രക്ഷ കടന്നു വന്നത്. ആ കടന്നുപോയ വേദനയിലൂടെ ചില പുതിയ മുളകൾ മുളയ്ക്കുവാനായിട്ടിടയായി തീർന്നു. We know the story of Good Friday and Easter, the story of pain and sufferings. When Jesus shared with about it with his disciples beforehand, and immediately Peter said, Lord, this should not happen to you. And that story recorded in Matthew 16 verse 22. And we know what happened. Jesus' reaction was, get behind me, Satan. You are a stumbling block to me. Because Jesus knows behind the darkest moments of his life, something new will sprout and blossom. Salvation for the mankind is going to sprout. A new church is going to form. A new generation is coming out of that moments, that time. And Jesus knows, if I have no crucifixion, there is no resurrection. ക്രൂശില്ലാതെ കിരീടമില്ല. വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കണം, അതിലൂടെ നമ്മെ കൊള്ളാവുന്നവരായി തെളിച്ചു കൊണ്ടുവരുവാൻ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില പദ്ധതികളും പ്ലാനുകളും ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. We read in Psalm 30 verse 5, weeping may remain for a night, but rejoicing comes in the morning. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. Let's come back to book of Numbers chapter 17. Chapter 16 നമ്മൾ വായിച്ചു നോക്കിയാൽ, സംഖ്യാപുസ്തകം 16 അധ്യായം നാം വായിച്ചു നോക്കിയാൽ അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ നമുക്ക് കാണുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ലേവി ഗോത്രത്തിൽ നിന്ന് തന്നെ അഹരോനെ തന്നെ ഹൈ പ്രീസ്റ്റായിട്ട് തെരഞ്ഞെടുക്കുന്നതിനെ പൊതുവെ അവരുടെ ഇടയിൽ അതൊരു പ്രശ്നമായി മാറി. മറ്റു ഗോത്രങ്ങളിൽ നിന്നായിക്കൂടെ എന്തുകൊണ്ട് അഹരോനെ തന്നെ, ലേവി ഗോത്രത്തിൽ നിന്ന് തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കണം? മറ്റുള്ളവരൊക്കെ ചോദ്യം ചെയ്യുവാനായിട്ട് തുടങ്ങി, ക്വസ്റ്റ്യൻ ചെയ്യുവാനായിട്ട് തുടങ്ങി. നമുക്കറിയാം പ്രശ്നം വളരെ രൂക്ഷമായി. ഒടുവിൽ ദൈവം തന്നെ ഇടപെട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുവാനായിട്ട് ദൈവം തീരുമാനിക്കുക. അഥവാ പ്രശ്നം തീർക്കാൻ വേണ്ടി ദൈവം തീരുമാനിച്ചു. എന്താ ദൈവം ചെയ്തത്? എല്ലാവരുടെയും അഭിപ്രായം അന്വേഷിച്ചിട്ട് ചോദിച്ചിട്ട് മെജോറിറ്റിയുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞ് ആ ആളിനെ വോട്ടിട്ട് സെലക്ട് ചെയ്യുമൊന്നും ആയിരുന്നില്ല. മോശയോടും അഭിപ്രായമൊന്നും ചോദിച്ചില്ല. ആരെയാ മോശ ഇഷ്ടപ്പെടുന്നതെന്നൊന്നും ചോദിച്ചില്ല. ദൈവം തീരുമാനിച്ചു. ദൈവം അവർക്ക് വെളിപ്പെടുത്തക്ക നിലയിൽ, അവർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ, കാരണം ദൈവമാ തൻ്റെ ശുശ്രൂഷയ്ക്കായി ശുശ്രൂഷകന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ദൈവം തീരുമാനിച്ചു മുഴുജനത്തിനും മനസ്സിലാകുന്ന നിലയിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. ദൈവം പറഞ്ഞു, 12 ഗോത്രങ്ങളിൽ നിന്ന് 12 ഗോത്രത്തലവന്മാരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം അവരുടെ ഗോത്രത്തലവന്മാർ ഓരോ വടി വെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഒരുക്കിക്കൊണ്ട്, അവരുടെ കയ്യിലുള്ളതായ അധികാരത്തിൻ്റെ വടി, അവരുടെ പദവിയുടെ തലവന്മാർക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് അവരുടേതായ അധികാരത്തിൻ്റെ വടിയുണ്ട്. ആ വടിയിൽ അവരുടെ പേരെഴുതി, ലേവി ഗോത്രത്തിൽ നിന്ന് അഹരോന്റെ പേരെഴുതി അത് മുഴുവൻ ആലയത്തിൽ കൊണ്ടുവരുവാനായിട്ട് ദൈവം കൽപ്പിക്കുക. അവരത് അതുപോലെ ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ ഇത് കേട്ടുടനെ പുറത്തെല്ലാവരും കൂടെ പോയി പച്ചയായിട്ടുള്ള ഏതെങ്കിലും ഒരു ബദാം വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടിക്കൊണ്ട് വന്ന് ഒരുക്കി കൊണ്ടുവരികയായിരുന്നില്ല ചെയ്തത്. ഇവർ 12 ഗോത്രങ്ങളിലും ഉള്ള തലവന്മാർക്ക് 21 നമ്പേഴ്സ് 21 21:18 നമ്മളത് നോക്കിയാൽ അവർക്ക് എല്ലാവരുടെയും കയ്യിൽ അധികാരത്തിൻ്റെ വടിയുണ്ടെന്ന് അവിടെ ഓർപ്പിച്ചിട്ടുണ്ട്. പദവിയുടെയും അധികാരത്തിൻ്റെയും വടി ഇവരുടെ ഗോത്ര തലവന്മാരുടെ എല്ലാവരുടെയിലും ഉണ്ട്. ഉണങ്ങിയ വടി. ആ വടിയാ അവർ കൊണ്ടുവന്ന് കൂടാരത്തിൽ വയ്ക്കുന്നത്. തിരുനിവാസിൻ്റെ മറവിൽ ദൈവ സാന്നിധ്യമുള്ളിടത്ത് അവർ ആ ഉണങ്ങിയ വടി കൊണ്ടുവന്ന് വച്ചു. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരടയാളം തരുവാൻ പോകുകയാണ്. ദൈവം തെരഞ്ഞെടുത്തവൻ്റെ വടി, 5-ാം വാക്യത്തിൽ ദൈവം തെരഞ്ഞെടുത്തവൻ്റെ വടി
മുളയ്ക്കും, അത് തളിർക്കും. അതാ നമ്മൾ വായിച്ചത് 8-ാം വാക്യത്തിൽ. അന്ന് രാത്രി ദൈവം ഒരു അത്ഭുതം ചെയ്തു. ആ രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിൽ അദൃശ്യ മേഖലകളിൽ ചില അത്ഭുതങ്ങൾ നടന്നു. സാധാരണ രീതിയിൽ ഒരു ബദാം വൃക്ഷം ഫലം കായ്ക്കണമെങ്കിൽ, മാച്യൂർ ആകണമെങ്കിൽ കുറഞ്ഞത് ഒരു 5 തൊട്ട് 7 വർഷം വരെ എടുക്കുമെന്ന എൻ്റെ റിസർച്ചിൽ എനിക്ക് മനസ്സിലായത്. നട്ടു വളർത്തി ഏതാണ്ട് 6-7 വർഷം കഴിയുമ്പോഴാണ് ഫുള്ളായിട്ട് ഫലം കൊടുക്കുവാനായിട്ട് തുടങ്ങുന്നത് എന്ന് നമുക്കറിയാം. ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി, ദൈവപ്രവൃത്തി വെളിപ്പെടാനായിട്ട് തുടങ്ങി, ദൈവം ഒരു അത്ഭുതം ചെയ്യാനായിട്ട് തുടങ്ങി. അന്ന് രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിൽ ദൈവാലയത്തോട് ചേർന്നിരുന്ന, ദൈവത്തിൻ്റെ ഷെക്കേനയ്ക്കകത്തിരുന്ന ആ ഉണങ്ങിയ വടിയിലെ ദണ്ടില് ദൈവശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി അത് മുളയ്ക്കാനായിട്ട് തുടങ്ങി. മുള വരിക മാത്രമല്ല ചെയ്തത്, അത് തളിർക്കാനായിട്ട് തുടങ്ങി, അത് പൂക്കാനായിട്ട് തുടങ്ങി, അതിൽ ഫലം കൊടുക്കാനായിട്ടിടയായി. സ്തോത്രം. ഒന്ന് ഓർത്ത് നോക്കിയ, ഒറ്റ രാത്രി കൊണ്ട് 24 മണിക്കൂറിനകത്ത് 7 വർഷം കൊണ്ട് ലഭിക്കേണ്ട ഫലം തരുവാൻ ദൈവത്തിന് ഒരു നിമിഷം മതിയായിരുന്നു, ദൈവത്തിന് ഒരു ദിവസം മതിയായിരുന്നു. ആമേൻ. ഞാൻ ആ ഭാഗം വായിച്ചപ്പോഴൊക്കെ ഞാൻ ഓർത്ത്, കഴിഞ്ഞ ചില വർഷങ്ങളായി എൻ്റെ ബാക്ക് യാർഡിൽ വളരുന്ന 1-2 ഗ്രേപ്സിൻ്റെ ചെടിയും അതുപോലെ 2-3 ഫ്രൂട്ട് ട്രീസ് എൻ്റെ യാർഡിലുണ്ട്. പേര്, ആപ്പിള്, ഇതൊക്കെ 6-7 വർഷം കൊണ്ട് നിൽക്കുക. ഈ കഴിഞ്ഞ വർഷം അതിനകത്ത് കായും ഫലവും ഒക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങിയത്. അതൊക്കെ നോർമൽ പ്രോസസ്സാണ്, നോർമൽ പ്രൊസീജിയറാണ്. എന്നാൽ ദൈവം ചെയ്യുമ്പോൾ ദൈവം എക്സ്ട്രാ ഓർഡിനറി ചെയ്യുന്ന ദൈവമാണ്, ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് രാവിലെയും ഇവിടെ ഇരിക്കുമ്പോൾ ഇനി എത്ര വർഷം എടുക്കും ദൈവമേ എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവാൻ, ഒന്ന് ഫ്ലറിഷ് ആകാൻ, ഒന്ന് മുളയ്ക്കാൻ, ഒന്ന് ഫലം കാണുവാൻ ഇനി എത്ര കാലം എടുക്കും, ഇങ്ങനെ പോയാൽ എത്ര ദിവസം എടുക്കും എന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുക, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താൽ, ദൈവം പറയുന്നത് ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ ഒത്തിരി ദിവസങ്ങളൊന്നും എടുക്കത്തില്ല. ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ നിമിഷങ്ങൾ മതി. ഇന്ന് പകൽ ചില അത്ഭുതങ്ങളുടെ ദിവസമായി ഇന്ന് പകൽ മാറട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ചില അദൃശ്യമായ ചലനങ്ങൾ, വിഷയങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്ന ഒരു പകലായി ഇന്ന് പകൽ മാറട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി ദൈവം ഈ ദിവസങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നമുക്കറിയാം, അങ്ങും ഇങ്ങുമായി ചിതറിക്കിടന്ന ഉണങ്ങിയ അസ്ഥികളെ നിമിഷം കൊണ്ട് കൂട്ടിവരുത്തി ഒന്നിനൊന്നോട് ചേർത്ത് വലിയ സൈന്യമാക്കി മാറ്റിയ ദൈവത്തിന് ഇന്ന് പകലും അത്ഭുതം ചെയ്യുവാൻ, ജീവിപ്പിക്കുവാൻ, വളർത്തുവാൻ, അതിൽ ഫലം കൊടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിച്ച് ഉണർത്തുകയാണ്. മക്കളെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ, ദൈവം ചൂസ് ചെയ്തതാണെങ്കിൽ, ദൈവാലയത്തോട് പറ്റിയിരിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ ഇന്ന് പകൽ നിനക്കൊരു തളിർപ്പുണ്ട്, നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമുണ്ട്. അത് നാളെയല്ല, ഇന്ന് തന്നെ അത് ആരംഭിക്കുക, ഇന്ന് തന്നെ അത് തുടങ്ങുക. ഹല്ലേലൂയ. ആണ്ടുകൾ കഴിയും മുമ്പേ അത് നീ പ്രാപിക്കാൻ പോകുക, അത് നീ കാണാൻ പോകുക. ദൈവസഭയ്ക്ക് ഒരു വിടുതൽ, ഒരു ഉദ്ധാരണം, ഒരു വളർച്ച, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക്, കുടുംബങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ഒരനുഗ്രഹം ദൈവം ഈ ദിവസങ്ങളിൽ പകരുമെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുക. ഒരു പക്ഷേ നീ നിന്ദിക്കപ്പെട്ട അനുഭവത്തിലായിരിക്കാം ഇന്ന് പകലായിരിക്കുന്നത്. സമൂഹത്തിലും കുടുംബത്തിലും ജോലി സ്ഥാപനങ്ങളിലുമൊക്കെ തള്ളപ്പെട്ടവരായി, കുറ്റപ്പെടുത്തുന്നവരായി ഒക്കെ ആയിരിക്കുന്നത്. എന്നാൽ രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ള ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുക. മറ്റുള്ളവരെക്കാൾ വിശുദ്ധനായതുകൊണ്ടോ മറ്റുള്ളവരെക്കാൾ എന്തോ പ്രത്യേകമായ ക്വാളിറ്റി അഹരോനിലുള്ളത് കൊണ്ടോ ഒന്നുമല്ല അഹരോൻ്റെ വടി തളിർത്തത്.
അഹരോൻ്റെ വടി തളിർത്തതിൻ്റെ പിന്നിൽ ദൈവിക തെരഞ്ഞെടുപ്പ്, അതിൻ്റെ പിന്നിലുള്ള രഹസ്യം. ദൈവം ചൂസ് ചെയ്തു എന്നുള്ളതാണ് തൻ്റെ വടി വളരുവാൻ, ഫലം കൊടുക്കാൻ ഇടയായിത്തീർന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത് ദൈവിക തെരഞ്ഞെടുപ്പ്. അതിന് പിന്നിലുള്ളതായ Aaron may not be the most spiritual person, but because God chose him and God's selection. അതാ ഇന്ന് രാവിലെയും ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തു. അതാ ഇന്ന് പകൽ ദൈവം നമ്മെ മാനിക്കുവാനായിട്ട്, ദേശത്ത് മാനിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ദൈവിക തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ യോഗ്യതയുടെ വെളിച്ചത്തിലല്ല, ദൈവം എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ് ദൈവം നമ്മെ പട്ടത്തിൽ മാനിക്കുവാനായിട്ട് പോകുന്നത്. ഒരുപക്ഷേ ദൈവം നമ്മെ അല്പസമയത്തേക്ക് ഇരുട്ടിൽ വെച്ചു എന്ന് വരാം. ഇരുട്ടിൻ്റെ അനുഭവത്തിലൂടെ അല്പസമയത്തേക്ക് ഞാനും നിങ്ങൾ പോയി എന്ന് വരാം. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം പരസ്യമായി എന്നെയും നിങ്ങളെയും മാനിക്കാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ദൈവം ചില നന്മകൾ, പുതിയ നന്മകളും അനുഭവങ്ങളും ജീവിതത്തിൽ തരുവാൻ പ്ലാൻ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് രാവിലെ അതോർത്ത് ദൈവസന്നിധിയിൽ ആ സമയത്തും സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. ഇറ്റ് മേ നോട്ട് ബി ടു ലേറ്റ്. Let our families and our church flourish in this city. എല്ലാ നിലയിലും ദൈവം ദേശത്ത് ദൈവസഭയെ മാനിക്കട്ടെ, വളർത്തട്ടെ, അവസ്ഥയ്ക്ക് മാറ്റം വരുത്തട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവം, അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവം, നമ്മുടെ നഷ്ടത്തെ ലാഭമാക്കുന്ന ഒരു ദൈവം, നമ്മുടെ ഇരുളടഞ്ഞ വേളകളെ സന്തോഷമാക്കുന്ന അനുഭവം അല്ലെങ്കിൽ അത് നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ഇന്ന് രാവിലെ നമുക്കൊരു നിമിഷം ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ അവസ്ഥകൾ ഓർത്ത് ഭാരപ്പെടാനല്ല, അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്യുവാൻ, ഒന്ന് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ, ഇന്ന് കടന്നു പോകുന്ന വേദനയുടെ നടുവിൽ ഒന്ന് സ്തുതിച്ച് തുടങ്ങിക്കേ, ഒന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കേ, ഒന്ന് ദൈവസ്ഥലിൽ മഹത്വം കരയേറ്റി ആ ദൈവം ഒരുക്കുന്ന നന്മ വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട്. ഇന്ന് ഒരു പക്ഷേ കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവമേ ഈ വേദന എനിക്ക്, ഈ ഇരുളിൻ്റെ അനുഭവം എനിക്ക് എന്ന് ചോദിക്കുകയായിരിക്കാം ഇന്ന് പകൽ. അതിന് കാരണം മുമ്പിലുള്ള നന്മ, ദൈവം ഒരുക്കുന്ന പിന്നിലുള്ള നന്മ നമുക്ക് കാണാൻ കഴിയത്തില്ല. എന്നാൽ അതൊന്ന് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എനിക്കൊരു പുതിയ നന്മ, ഒരു പുതിയ മുള, പുതിയ ഫലം എൻ്റെ ജീവിതത്തിൽ തരുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ് എന്നെ ഈ അവസ്ഥയിലൂടെ ദൈവം കടത്തിവിടുന്നത് എന്ന് ഓർത്തൊന്ന് സ്തോത്രം ചെയ്ത് അല്പസമയം ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ. Shall we all stand? Let's give thanks to the Lord.